കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടുകൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് ബി.ജെ.പി. നേതൃത്വം. പതിവ് രാഷ്ട്രീയ സമവാക്യങ്ങൾക്കപ്പുറം ജനകീയരായ കായിക താരങ്ങളെയും യുവ നേതാക്കളെയും മുൻനിർത്തി കേരളത്തിൽ ഒരു ഇലക്ഷൻ സർപ്രൈസ് നൽകാനാണ് എൻ.ഡി.എ ലക്ഷ്യമിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച വാർത്തകളാണ്. കേരളത്തിലെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സെലിബ്രിറ്റികൾക്ക് എപ്പോഴും വലിയ സ്ഥാനമുണ്ട്. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ മുന്നേറ്റത്തിന് ശേഷം സമാനമായൊരു തരംഗം തിരുവനന്തപുരത്ത് സൃഷ്ടിക്കാൻ സഞ്ജു സാംസണിലൂടെ സാധിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട്. സഞ്ജു സാംസൺ ഈ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്നത് ബി.ജെ.പിക്ക് വലിയ രാഷ്ട്രീയ മുതൽക്കൂട്ടാകും. പരമ്പരാഗതമായി കോൺഗ്രസിനും ഇടത് മുന്നണിക്കും ഒപ്പം നിൽക്കുന്ന തീരദേശ വോട്ടുകൾ സഞ്ജുവിലൂടെ തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ക്രിക്കറ്റ് മൈതാനത്തെ സഞ്ജുവിന്റെ പ്രകടനം കേരളത്തിലെ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി സഞ്ജുവിനോടുള്ള ഇഷ്ടം വോട്ടായി മാറുമെന്നും കന്നി വോട്ടർമാരെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും കേന്ദ്ര നേതൃത്വം കരുതുന്നു. അമിത്ഷാ പങ്കെടുത്ത ചർച്ചകളിൽ സഞ്ജുവിന്റെ പേര് മുൻഗണനാക്രമത്തിൽ വന്നതും ഈ ജനപ്രീതി കണക്കിലെടുത്താണ്. മുൻപ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച് ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിച്ച ചരിത്രമാണ് എസ് ശ്രീശാന്തിനുള്ളത്. അന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത്തവണ ശ്രീശാന്തിനെ സ്വന്തം തട്ടകമായി കൊച്ചിയിലേക്ക് മാറ്റാനാണ് പാർട്ടി ആലോചിക്കുന്നത്. തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ ശ്രീശാന്ത് മത്സരിക്കുന്നത് വഴി എറണാകുളം ജില്ലയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാമെന്ന് ബി.ജെ.പി. കണക്കുകൂട്ടുന്നു. കൊച്ചിയിലെ നഗര വോട്ടർമാർക്കിടയിൽ ശ്രീശാന്തിനുള്ള സ്വാധീനം വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്തെ പ്രധാന സീറ്റുകൾ പിടിച്ചെടുക്കാൻ സംസ്ഥാനത്തെ മുൻനിര നേതാക്കളെ തന്നെ ബി.ജെ.പി. രംഗത്തിറക്കുന്നുണ്ട്. ബി.ജെ.പി. നേരത്തെ ജയിച്ച ഏക മണ്ഡലമായ നേമം തിരിച്ചുപിടിക്കാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളും കേന്ദ്ര സർക്കാരിലെ സ്വാധീനവും വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും പാർട്ടി കരുതുന്നു. കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടം നടന്ന കഴക്കൂട്ടത്ത് ഇത്തവണയും വി മുരളീധരൻ തന്നെയാകും സ്ഥാനാർത്ഥി. ഐ.ടി. മേഖലയുടെ വളർച്ചയും വികസന പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടിയാകും പ്രചാരണം. പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത് വഴി മണ്ഡലം എൻ.ഡി.എക്ക് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള ശോഭ സുരേന്ദ്രനെ കായംകുളത്ത് പരീക്ഷിക്കുന്നതിലൂടെ ആലപ്പുഴ ജില്ലയിൽ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് പാർട്ടി കരുതുന്നു. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുന്നതിനായി പി.സി. ജോർജിന്റെ ജനപക്ഷം, ഷോൺ ജോർജ് എന്നിവരെ ബി.ജെ.പി. കാര്യമായി പരിഗണിക്കുന്നുണ്ട്. ഷോൺ ജോർജിനെ പാലായിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ യുവ വോട്ടുകളെയും ക്രിസ്ത്യൻ സമുദായ വോട്ടുകളെയും ഒപ്പം നിർത്താൻ കഴിയുമെന്നും പാർട്ടി കരുതുന്നു. പി.സി. ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ്. പൂഞ്ഞാറിൽ ജോർജിനുള്ള വ്യക്തിപരമായ സ്വാധീനം എൻ.ഡി.എക്ക് ഗുണകരമാകുമെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേന്ദ്ര നേതൃത്വം വിലയിരുത്തും. യുവ നേതാവ് അനൂപ് ആന്റണിയെ തിരുവല്ലയിൽ മത്സരിപ്പിക്കുന്നതിലൂടെ ക്രൈസ്തവ മേഖലകളിൽ പാർട്ടിയുടെ പുതിയ മുഖം അവതരിപ്പിക്കാനാണ് നീക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചകളാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമായത്. വെറും രാഷ്ട്രീയ പ്രവർത്തകർ എന്നതിലുപരി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സ്വാധീനമുള്ള വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിൻ്റെതാണ്. കേരളത്തിലെ ഹിന്ദു ക്രൈസ്തവ വോട്ടുകളുടെ ഏകോപനമാണ് ബി.ജെ.പി. പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാപ്തിയുള്ളവരെയാണ് രംഗത്തിറക്കുന്നതും. രാഷ്ട്രീയത്തിന് പുറത്തുള്ള താരങ്ങളെ കൊണ്ടുവരുന്നതിലൂടെ നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ സാധിക്കുന്നു. സഞ്ജു സാംസണെ പോലുള്ള താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുമെങ്കിലും അവ വോട്ടായി മാറുമോ എന്നത് കണ്ടറിയണം. എൽ.ഡി.എഫും യു.ഡി.എഫും ശക്തമായ അടിത്തറയുള്ള കേരളത്തിൽ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം വിജയിക്കുക എന്നത് എളുപ്പമല്ല. എന്നാൽ സുരേഷ് ഗോപി തൃശൂരിൽ തെളിയിച്ചതുപോലെ കൃത്യമായ പ്രവർത്തനവും ജനങ്ങളുമായുള്ള ബന്ധവും ഉണ്ടെങ്കിൽ അത് സാധ്യമാണ്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ സഞ്ജു സാംസൺ മത്സരിക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായി മാറും. ക്രിക്കറ്റ് ലോകത്തെ സഞ്ജുവിന്റെ ശാന്തതയും കൃത്യതയും രാഷ്ട്രീയ മൈതാനത്ത് പ്രതിഫലിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ബി.ജെ.പിയുടെ ഈ പുതിയ സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം മാറ്റിവരയ്ക്കാനുള്ള ഒന്നാണ്. വരും ദിവസങ്ങളിൽ സഞ്ജുവിന്റെയും മറ്റുള്ളവരുടെയും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്.